നമുക്കപ്പോൾ എഫ് സിയുടെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. എഫ് സിക്ക് വരുന്നത് 17 സോക്കറ്റ് സൈസാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ട്രെയിൻ ബോൾട്ട് റിമൂവ് ചെയ്യാം. എന്നിട്ട് പതുക്കെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ കൂടെ അയക്കണം. എന്നിട്ട് ഓയിൽ ഫിൽറ്റർ പുതിയത് തരണം. ഇതൊക്കെയാണ് ഇതിൻ്റെ പണി വരുന്നത്. നമുക്കിപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റാനുള്ളതുകൊണ്ട് ഞാൻ ഓയിൽ ഫിൽറ്റർ എടുത്ത് ഡിപ്പ് ചെയ്തിടുന്നുണ്ട്. ഈ കാണുന്ന സൈഡിലാണ് നമ്മുടെ എഫ് സിയുടെ ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഈ എഫ് സിയുടെ ഓയിൽ ഫിൽറ്ററിനെ നമുക്ക് യമഹ എസ് സിക്കും പിന്നെ എഫ് സി എസും പിന്നെ ഫേസറിനൊക്കെ സെയിം ഓയിൽ ഫിൽറ്റർ തന്നെ വന്നത്. പിന്നെ എപ്പോഴും പറയണ പോലെ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓവറായി ടൈറ്റ് ചെയ്യാതിരിക്കുക. വെച്ചിട്ട് ഓവറായിട്ടൊക്കെ ടൈറ്റ് ചെയ്തതിൻ്റെ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നൈസായിട്ട് ചെറിയ ത്രെഡ് ലോക്ക് വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കറക്റ്റ് ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലീക്കൊന്നും വരാൻ സാധ്യതയില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതേ അപ്പോൾ നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമേ ടൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇതേപ്പോൾ ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഡ്രെയിൻ ആവാനായിട്ട് വണ്ടി രണ്ട് സൈഡിലേക്കൊന്ന് ചരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ഓയിൽ പുറത്തേക്ക് വരും. എപ്പോഴും ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പുതിയ ഓയിൽ ഡ്രെയിൻ ബോർഡ് കൂടെ മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പെട്ടെന്ന് ലീക്കൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പുതിയ ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എഫ് സിക്ക് വരുന്നത് 10W40 ആണ് ഗ്രേഡ് വരുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ വണ്ട ഓയിലാണ് 10W40 ഫുള്ളി സിന്തറ്റിക്. എഫ് സി വേർഷൻ 2 റീഫില്ലിംഗ് ലെവൽ വരുന്നത് 1 ലിറ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് മിച്ചമുള്ള ഓയിൽ ഫിൽറ്റർ ഡിപ്പ് ചെയ്ത ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ലെവലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഓയിൽ ക്യാപ്പ് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വണ്ടിയും ഒരു 3 മിനിറ്റ് ഐഡിയൽ സ്റ്റാർട്ടിൽ ഇടാം. ഐഡിയൽ സ്റ്റാർട്ട് ഇടുന്ന സമയത്ത് റേസ് ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കാം. ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക.